നിങ്ങൾ പൊരുത്തം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കഴിവതും പ്രേമിക്കാൻ പോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയില്ല. കാരണം പൊരുത്തത്തിൽ ചിലപ്പോൾ ചേർന്നില്ല എന്ന് വരും. ഇത് നിങ്ങൾ പൊരുത്തത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ എന്ത് വേണം? നിങ്ങൾ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ മേടിച്ചിട്ടൊന്ന് നോക്കിക്കോണം. വാക്ക് കൊടുത്തിട്ട് ഒരു കാരണവശാലും തേക്കാൻ വേണ്ടി നിങ്ങൾ പൊരുത്തം നോക്കരുത്. അത് തെറ്റാണ്. ഒരു ആൺകുട്ടി പെൺകുട്ടി ആൺകുട്ടിക്കാണെങ്കിലും വാക്ക് കൊടുത്താൽ അത് പാലിക്കണം. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ദേവിക പറഞ്ഞു കല്യാണം പൊരുത്തം നോക്കാൻ പോയി പ്രേമിച്ചിട്ടുണ്ട്. തെറ്റാണത്. പൊരുത്തം നോക്കാൻ പോകരുത്. എന്തിനാണത് പോകുന്നത്? എന്തിനാ അങ്ങനെ പോകുന്നത്? നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആളെ പ്രേമിക്കാം. ഇപ്പം പയ്യൻ പെൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിക്ക് പയ്യനെ ആണെങ്കിലും ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പ്രേമിക്കാം. അല്ലെങ്കിൽ വിവാഹം കഴിക്കാനല്ല, നമുക്ക് വെറുതെ എൻജോയ്, നമ്മുടെ തമാശകൾ, നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രേമിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്നിട്ട് നിങ്ങൾ ആ പാർട്ട്ണർക്ക് ജീവിതത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റി പറയുന്നു, കുട്ടികൾ ഉണ്ടാകുന്നതിനെ പറ്റി പറയുന്നു, കുട്ടികളോടൊപ്പം വളരുന്നതിനെ പറ്റി പറയുന്നു. അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ, ഒത്തിരി സ്വപ്നങ്ങൾ അവരെ കൊണ്ട് നെയ്യിച്ചിട്ട് കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ, വിവാഹത്തിന് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മ വിശ്വാസിയാണ്, അമ്മ ജ്യോത്സ്യൻ പറഞ്ഞാലേ കേൾക്കൂ, അച്ഛൻ വിശ്വാസിയാണ്, അച്ഛൻ ജ്യോത്സ്യൻ പറഞ്ഞാലേ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണ്, എനിക്ക് ജ്യോത്സ്യൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്, വ്യക്തിത്വമില്ലായ്മയാണ്. ആ പരിപാടിക്ക് പോകരുത്. നിങ്ങളത് ആദ്യമേ പറയുക, എനിക്ക് കല്യാണം എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ പ്രേമിക്കാമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ല. പക്ഷെ നിങ്ങൾ കല്യാണം അടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ഈ പൊരുത്തത്തിൻ്റെ പിന്നാലെ പോകരുത്. അത് തെറ്റാണ്. പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കാൻ വേണ്ടി പോകരുത്. ഞാൻ പറയുന്നതല്ല, ജ്യോതിഷം പറയുന്നുണ്ട്.